Hi everyone, this is Abhinsay from Evika. നമ്മുടെ പുതിയ 2022 ഏറ്റവും പുതിയ iPad Air പവർഡ് ബൈ M1 ചിപ്പാണ് നമ്മുടെ ഈ കയ്യിലുള്ളത്. ഈ ഒരു ഡിവൈസ് ഓസമാണ്, അടിപൊളി ഒരു M1 ചിപ്പിൻ്റെ പവർഫുൾ ബീസ്റ്റാണ് നമ്മുടെ ഈ ഒരു iPad. അപ്പോൾ ഈ ഒരു iPadൻ്റെ ഫുൾ ഫ്ലഷ് ഡീറ്റെയിൽഡ് വീഡിയോ പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ സ്വന്തം ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ടെലിഗ്രാം ആപ്പിൽ മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ നമ്മുടെ iPad എയറിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കിത് വരുന്നത് ഏകദേശം 5 ഡിഫറെൻറ്റ് കളേഴ്സിലാണ്. ഒരെണ്ണം സ്പേസ് ഗ്രേ, പിന്നെ ഒരെണ്ണം സ്റ്റാർലൈറ്റ്, പിന്നെ പിങ്ക്, പർപ്പിൾ, പിന്നെ നമ്മുടെ സ്വന്തം ബ്ലൂ കളർ. ഈ ഒരു ബ്ലൂ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷിലാണ് ഈ ഒരു ബ്ലൂ നമുക്ക് കിട്ടുന്നത്. പിന്നീട് നമുക്ക് ഈ ഒരു iPad എയർ കിട്ടുന്ന 2 കപ്പാസിറ്റീസിലാണ്. ഒരെണ്ണം നമുക്ക് 64 GB പിന്നെ ഒരെണ്ണം 256 GB. നമ്മുടെ ഈ ഒരു iPad എയർ എന്ന് പറയുന്നത് 1/2 കിലോയിലും താഴെയാണ്. അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ 461 ഗ്രാമാണ് നമ്മുടെ ഈ പറയുന്ന iPadൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. പിന്നെ സ്വിച്ചും ബട്ടൻ്റെയും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പൊക്കത്തായിട്ടാണ് നമ്മുടെ ടച്ച് ID നമുക്ക് കിട്ടുന്നത്. അതേപോലെ നമ്മുടെ സൈഡിലായിട്ട് നമുക്ക് വോളിയം റോക്കറിൻ്റെ ബട്ടൺസും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നീട് നമുക്ക് ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ മാഗ്നറ്റിക് കണക്ടർ വരുന്നത്. നമ്മളിപ്പോൾ സെല്ലുലാർ ഓപ്ഷനാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെയായിട്ട് ഒരു സിം ഇടാനുള്ള ചെറിയ സ്ലോട്ട് നമുക്കുണ്ടാവും. പിന്നീട് നമുക്ക് വരുന്നത് C ടൈപ്പ് ആയിട്ടുള്ള ചാർജറാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുറേ അധികം രാജ്യങ്ങളിലും പ്രശ്നം വരുന്നത്. നമ്മുടെ മാക്ബുക്ക് നമുക്ക് C ടൈപ്പായിട്ട് ചാർജ് ചെയ്യാം, നമ്മുടെ iPad എയർ നമുക്ക് C ടൈപ്പായിട്ട് ചാർജ് ചെയ്യാം. നമ്മുടെ ഐഫോണും അതേപോലെ നമ്മുടെ എയർപോഡ്സും മാത്രമാണ് ഇപ്പോഴും ലൈറ്റ്നിങ് കേബിളിൽ കൂടുതലും നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ C ടൈപ്പിലേക്ക് മാറിക്കഴിഞ്ഞാൽ യൂണിവേഴ്സലി C ടൈപ്പിലേക്ക് നമുക്ക് ആ ഒരു കാര്യം മാറ്റാൻ പറ്റുന്നതാണ്. അടുത്തൊരു കാര്യം, നമ്മുടെ iPadൽ വരുന്നത് നമുക്കൊരു USB-C ചാർജറും അതേപോലെ തന്നെ നമുക്ക് ഒരു 1 മീറ്ററിൻ്റെ കേബിളും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ iPadൻ്റെ ആദ്യത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആദ്യത്തെ ഡീറ്റെയിൽ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഡിസ്പ്ലേ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 10.9 ഇഞ്ചിൻ്റെ ലിക്വിഡ് റെറ്റിന ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു iPadൽ ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കിതിൽ വരുന്ന റിഫ്രഷിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ 60 Hz റിഫ്രഷിംഗ് റേറ്റ് ആണ് നമുക്ക് വരുന്നത്. അവിടെയാണ് നമുക്കൊരു ചെറിയൊരു കാര്യം പറയാനുള്ളത്. നമ്മുടെ iPad പ്രോയും iPad എയറും M1 ചിപ്പാണ് പവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ iPad പ്രോയിൽ നമുക്ക് 120 Hz റിഫ്രഷിംഗ് റേറ്റ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മുടെ iPad എയറിൽ നമുക്ക് 60 Hz റിഫ്രഷിംഗ് റേറ്റ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു iPad എയർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മൾട്ടി ടാസ്ക് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ നമുക്ക് ആപ്പ് സ്വിച്ച് ചെയ്യുമ്പോഴും നമ്മുടെ കൺട്രോൾ സെൻറ്റർ സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോഴും പല കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു 60 റേറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് M1 ചിപ്പിൻ്റെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ iPad പ്രോയിൽ കുറച്ചുകൂടെ ഡിസ്പ്ലേ ബെറ്റർ ആണ് എന്ന് പറയുന്നത്. ആ ഒറ്റൊരു കാര്യത്തിലാണ് നമ്മുടെ iPad എയറിൽ നമുക്ക് ചെറിയൊരു മാറ്റം ഫീൽ ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ ഈ ഒരു iPad എയറിൽ യൂസ് ചെയ്യുന്ന ക്യാമറയുടെ കാര്യം പറയാൻ, നമുക്ക് iPad എയറിൽ വന്നിരിക്കുന്ന ഒരു സിംഗിൾ ക്യാമറയാണ്. നമ്മുടെ ഈ ഒരു iPadൽ നമുക്ക് ഫ്ലാഷോ അല്ലെങ്കിൽ ലൈഡാർ സെൻസറോ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഡേ ലൈറ്റിൽ നമുക്ക് സൂപ്പറായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഡോക്യുമെൻറ്റ്സും നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഫ്ലാഷ് ലൈറ്റോ ലൈഡാറോ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര എളുപ്പത്തിന് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഈ ഒരു പ്രൈമറി ലെൻസ് വരുന്നത് 12 മെഗാ പിക്സൽ ക്യാമറയിലെ 1.8 അപ്പറേച്ചറിലാണ് നമുക്ക് ഈ ഒരു ക്യാമറ വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഏകദേശം സെൻട്രൽ സ്റ്റേജും
അതേപോലെ നമുക്ക് 5 element ലെൻസാണ് ഈ ഒരു ക്യാമറ മൊഡ്യൂളിൽ നമുക്ക് വന്നിരിക്കുന്നത്. വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം, അതായത് നമ്മുടെ ക്യാമറ സെറ്റിങ്സ് പറയുമ്പോൾ നമ്മുടെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറയും. നമ്മുടെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം നല്ല വീഡിയോ റെക്കോർഡിങ് നമുക്ക് ഈ ഒരു iPad എയറിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. കാരണം 4K 60 ഫ്രെയിം/സെക്കൻഡിൽ വരെ നമുക്ക് iPad എയറിൽ സൂപ്പറായിട്ട്, അതും നല്ല സൂപ്പർ ക്ലാരിറ്റിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത നമ്മുടെ കാര്യമാണ് ഫേസ് ടൈം HD ക്യാമറ. അതായത് നമ്മുടെ ഫേസ് ടൈം HD ക്യാമറ വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതും നമുക്ക് വന്നിരിക്കുന്നത് 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ് സെൻറ്റർ സ്റ്റേജ് ഉള്ള ഒരു 12 മെഗാ പിക്സൽ ക്യാമറ ആണ്. ഇതിൽ നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നത് 2.4 അപ്പറേച്ചറാണ് നമുക്ക് ഈ പറയുന്ന ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് കിട്ടുന്നത്. പിന്നീട് നമുക്ക് വരുന്ന ഏറ്റവും അടിപൊളി, അല്ലെങ്കിൽ നമ്മുടെ iPad എയറിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്ന ഒരു ഓപ്ഷനാണ് സെൻറ്റർ സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ ഫേസ് ടൈമിൽ വല്ല കോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പൊസിഷൻ അനുസരിച്ച് നമ്മുടെ ക്യാമറയുടെ ആ ഒരു മൂവ്മെൻറ്റും ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആകുന്നതാണ്. നമ്മൾ നോർമൽ കാണുന്ന പോലെ ഫോൺ എടുത്ത് തിരിച്ചു വെക്കാൻ അല്ലെങ്കിൽ ക്യാമറ എടുത്ത് തിരിച്ചു വെക്കാൻ ആവശ്യമൊന്നുമില്ല. ഓട്ടോമാറ്റിക്കലി ഒരു ഡയറക്ഷൻസ് അല്ലെങ്കിൽ ഒരു ആംഗിൾ വരെ നമ്മുടെ ക്യാമറ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആവുന്നതാണ്. പിന്നീട് നമുക്ക് പറയുന്ന കാര്യമാണ് നമ്മുടെ സ്പീക്കേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് നമ്മുടെ പൊക്കത്ത് ടോപ്പ് സൈഡായിട്ട് 2 സ്പീക്കേഴ്സും അതേപോലെ തന്നെ ബോട്ടം സൈഡിൽ നമുക്ക് 2 സ്പീക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് നമ്മുടെ iPad എയറിൽ നമുക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഈ ഒരു ഡിവൈസിൽ ഡെലിവറി ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീട് നമ്മുടെ കണക്ടിവിറ്റിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് വൈഫൈ ഓൺലിയും അതേപോലെ വൈഫൈ പ്ലസ് സെല്ലുലാർ മോഡലും iPad എയർ 5th ജനറേഷനിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ iPad എയറിൽ നമുക്ക് സെല്ലുലാർ മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ എല്ലാ പർപ്പസും നടക്കും എക്സെപ്റ്റ് കോളിംഗ്. അതേപോലെ പുറത്ത് നമുക്ക് എന്തെങ്കിലും ഫേസ് ടൈം അതേപോലെ ഇൻ്റർനെറ്റ് ബ്രൗസിങ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നമ്മുടെ iPad എയറിൽ ചെയ്യാം. സെല്ലുലാർ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ iPadൽ നമുക്ക് കോൾ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് എവിടെ നിന്നാണെങ്കിൽ നമുക്ക് ബ്രൗസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീട് നമ്മുടെ iPad നമ്മുടെ ആപ്പിൾ പെൻസിലായിട്ടുള്ള ആ ഒരു വർക്കിംഗ് ഓസമായിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ആപ്പിൾ പെൻസിലായിട്ട് നമ്മുടെ iPad വർക്ക് ചെയ്യുന്നത്. അതിൽ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മുടെ മാഗ്നറ്റിക് കണക്ടർ അത്യാവശ്യം നല്ല രീതിക്കുള്ള മാഗ്നറ്റിക് പുള്ള് വരുത്തുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ആപ്പിൾ പെൻസിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ അത്ര പെട്ടെന്ന് നമ്മൾ വലിച്ചാൽ വരില്ല. പക്ഷെ നമ്മൾ ചെറിയൊരു പവർ കൊടുത്താലാണ് ഈ ഒരു മാഗ്നറ്റിൽ നിന്ന് നമ്മുടെ ഈ ഒരു ആപ്പിൾ പെൻസിൽ ഡിസ്ചാർജ് ആയിട്ട് വരുന്നുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മുടെ ആപ്പിൾ പെൻസിൽ പെട്ടെന്ന് നമ്മുടെ iPad നിന്ന് താഴത്ത് വീഴാനുള്ള ചാൻസ് ഒന്നുമില്ല. അതേപോലെ നമ്മുടെ iPad നമ്മുടെ മാജിക് കീബോർഡുമായിട്ടും സൂപ്പറായിട്ട് വർക്കാവുന്നതാണ്. പിന്നീട് എൻ്റെ യൂസർ എക്സ്പീരിയൻസ് ചോദിച്ചാൽ നമ്മുടെ iPadൽ എനിക്ക് ചെറുതായിട്ട് ഹീറ്റിംഗ് ഫീൽ ചെയ്ത് എവിടെയെന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ, അതായത് നമ്മുടെ ആപ്പിൾ പെൻസിലിരിക്കുന്ന ഈ ഒരു പോർഷനിൽ എനിക്ക് ചെറിയൊരു ചൂട് ഫീൽ ചെയ്തു. കാരണം നമ്മുടെ പ്രൊസസ്സറും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം ചെറിയൊരു വാംത്ത്, അതായത് ഞാൻ ഔട്ട്ഡോറൊക്കെ നന്നായിട്ട് യൂസ് ചെയ്തപ്പോൾ ചെറിയൊരു വാംത്ത് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അല്ലാതെ വേറൊരു പ്രശ്നവും എനിക്ക് ഇത്രയും നേരം ഉപയോഗിച്ചിട്ട് പോലും iPad എയറിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നീട് നമ്മുടെ ഈ ഒരു ഡിവൈസിൽ ഗീക്ക് ബഞ്ച് സ്കോറിൻ്റെ ടെസ്റ്റ് ഞാൻ നടത്തി. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് തന്നെ സ്റ്റണ്ണിങ് ആയിരുന്നു. അപ്പോൾ ആ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, സിംഗിൾ കോറിൽ വന്നിരിക്കുന്നത് 1709 ആണ്. പക്ഷേ മൾട്ടി കോർ എന്ന് പറയുന്നത് 7258 ആണ്. അതായത് ഒരു അടിപൊളി ചേഞ്ചാണ് നമ്മുടെ iPad എയറിൽ നമുക്ക് 5th ജനറേഷൻ വന്നിരിക്കുന്നത്. M1 ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പവർഫുൾ ബീസ്റ്റാണ് നമ്മുടെ ഈ പറയുന്ന iPad എയർ 5th ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iPad എയർ 5th ജനറേഷൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ iPad എയറിൻ്റെ കുറേയധികം ടിപ്സ് ആൻഡ് ട്രിക്സും നമ്മുടെ ആപ്പിൾ പെൻസിലിൻ്റെ കുറേയധികം ഹിഡൻ ടിപ്സ് ആൻഡ് ട്രിക്സും നമ്മുടെ ചാനൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കൂട്ടുകാരും ആ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കാരണം അടിപൊളിയായ ആപ്പിൾ വീഡിയോസ് നമ്മുടെ ചാനൽ റിലീസ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരും. നിങ്ങൾ മറന്നു പോകാതെ അത് ക്ലിക്ക് ചെയ്ത് കാണുകയും ചെയ്യും. അതോടൊപ്പം തന്നെ
എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴത്ത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുള്ളായി അതേപോലെ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ കാര്യം ഞാൻ നിങ്ങളെ ഇപ്പോൾ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. ആൻഡ് എന്നോട് എന്തെങ്കിലും പേഴ്സണലായിട്ട് നിങ്ങൾക്ക് സംസാരിക്കണമെന്നാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം. ആൻഡ് താങ്ക് യു സോ മച്ച് for watching this whole video. This is Abin Xavier signing from Evika.